അപ്പം ഞാൻ ചിലപ്പം ഓൺ വോയിസ് ലോങ് വീഡിയോ ചെയ്യുന്ന ഇതായിരിക്കും എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ. ചിലപ്പം ഇതിനു മുമ്പ് വേറെ വീഡിയോസൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇന്ന് ഡേറ്റ് Jan 15. ഇത് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ പിന്നെ പറയാം. ഫസ്റ്റ് ഈ വീഡിയോ റിലീസ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്, റിലീസല്ല, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് February 11th കഴിഞ്ഞിട്ടായിരിക്കും. അതായത് 2003 മുതൽ 2005 വരെ നല്ല ആഘോഷിച്ച് അടിച്ചു പൊളിച്ച് നടന്നുകൊണ്ടിരുന്ന എൻ്റെ ലൈഫിലോട്ട് തലയിൽ ഇടുത്തി വീണതുപോലെ ഒരു സാധനം വന്നു. അതാണ് എൻ്റെ അനിയത്തി. അങ്ങനെ അവളുടെ ജനനത്തിന് ശേഷം അത്രയും നാൾ മെയിൻ കളിച്ചുകൊണ്ടിരുന്ന ഞാൻ സൈഡ് ക്യാരക്ടറും അവൾ മെയിൻ ക്യാരക്ടറുമായി. സോ എനിവേസ് എല്ലാ വീട്ടിലുള്ള എല്ലാ മൂത്ത പിള്ളേരുടെയും ഒരു വിഷമമായിരിക്കും അത്. അതുപോലെ അതുമാണ് എൻ്റെ വിഷമം. ഓക്കെ, അതൊക്കെ വിടും. സോ അപ്പം ഞാൻ എനിക്ക് 23 വയസ്സും അവൾക്ക് ഈ ഫെബ്രുവരിയിൽ 21 വയസ്സും ആകുക. സോ ഇതുവരെ ഞാൻ അവൾക്ക് ഒരു ഗിഫ്റ്റ് പോലും കൊടുത്തിട്ടില്ല. ഒരു ബർത്ത്ഡേക്ക് ഞാൻ ഒരു ഗിഫ്റ്റ് പോലും, ലിറ്ററലി ഞാൻ ഒരു ഗിഫ്റ്റ് പോലും കൊടുത്തിട്ടില്ല. സോ അപ്പം ഞാൻ ഓർത്തു ഈ പ്രാവശ്യത്തെ അവളുടെ ബർത്ത്ഡേ എന്താണേലും ഈ പ്രാവശ്യം ഓൾമോസ്റ്റ് എല്ലാ ബർത്ത്ഡേക്കും അവൾ നാട്ടിലുണ്ടാവാറാണ് പതിവ്. ഇപ്പോൾ അവളുടെ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് അവൾ നാട്ടിലുണ്ടാവത്തില്ല, അവൾ ഡൽഹിയിലായിരിക്കും. സോ ഞാൻ ഓർത്തു ഈ പ്രാവശ്യത്തെ അവളുടെ ബർത്ത്ഡേക്ക് അവൾക്ക് സർപ്രൈസ് ആയിട്ട് 21ാമത്തെ വയസ്സിൻ്റെ ബർത്ത്ഡേ അല്ലേ, അപ്പോൾ 21 ഗിഫ്റ്റ് ഞാൻ ഇവിടുന്ന് വാങ്ങി ഗിഫ്റ്റ് റാപ്പൊക്കെ ചെയ്ത് ഒരു കാർട്ടൂൺ ബോക്സിലാക്കി ഇവിടുന്ന് ഡൽഹിക്ക് പാഴ്സൽ അയക്കാം അവൾക്ക് വേണ്ടിയിട്ട്. സോ അത് കാണുമ്പോൾ അവളുടെ റിയാക്ഷനൊക്കെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ ബഡ്ജറ്റില്ല. ഇപ്പോൾ ഞാൻ എൻ്റെതായ കുറച്ച് സേവിങ്സും കാര്യങ്ങളൊക്കെ കുഞ്ഞു സാധനങ്ങൾ 21 അതായത് ഇത്രയും നാളും ഞാൻ അവൾക്ക് ഒരു ഗിഫ്റ്റും കൊടുക്കാത്തത് കൊണ്ട് എല്ലാ ബർത്ത്ഡേയുടെയും കൂടി കൂട്ടിയിട്ട് ഈ വർഷം കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. സോ ഞാനിപ്പോൾ ഓൾറെഡി കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു കടയിൽ പോയപ്പം ഞാൻ കുറച്ച് സാധനങ്ങൾ 2-3 സാധനങ്ങളോളം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, സോ ഞാൻ അവൾക്ക് വേണ്ടി ഫസ്റ്റ് മേടിച്ചിരിക്കുന്നത് ഈ സ്മൂത്തി ജാറാണെന്ന് തോന്നുന്നത് പറയുന്നത്. ഇതാണ് ഞാൻ ഫസ്റ്റ് മേടിച്ചത്. അവൾക്ക് ഈ കപ്പ്, ജാറ് എന്നീ തുടങ്ങിയ സാധനങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. സോ അപ്പോൾ അത്, പിന്നെ അവൾ എവിടെ പോയാലും അവൾ മേടിക്കുന്ന ഒരു സാധനമാണ് ഡയറി. സോ ഡയറി അല്ല, ഒരു ചെറിയ നോട്ട് പാഡ് പോലെ, ഇതിനകത്ത് പല കളറുള്ള പേപ്പേഴ്സ് ഇട്ടുണ്ട്. സോ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ ഇത് അവൾക്ക് വേണ്ടിയിട്ട് ഒരെണ്ണം മേടിച്ചു. പിന്നെ ഈ ബട്ടർഫ്ലൈയുടെ 2 ക്ലിപ്പ് ഭയങ്കര ക്യൂട്ടായിട്ടില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത്. സോ ഇപ്പം ഞാൻ നിലവിൽ 21 ഗിഫ്റ്റ് മേടിക്കാൻ പ്ലാൻ ചെയ്തതിൽ 3 വാങ്ങിയിട്ടുണ്ട്. ആ 3 ഇത്. സോ അപ്പം ഞാൻ ഓർക്കുന്നു ഇനി എന്തൊക്കെ മേടിക്കണം എന്ന് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. ഞാൻ ഓരോ സ്ഥലത്തോടെ പോകുമ്പം എനിക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ കാണുമ്പോൾ ഞാനത് അവൾക്ക് വേണ്ടി മേടിക്കും. അപ്പം നിലവിൽ അതാണ് പ്ലാൻ ചെയ്യുന്നത്. ഇനി ബാക്കി സാധനങ്ങൾ മേടിക്കുമ്പോൾ ഈ വീഡിയോയുടെ കണ്ടിന്യൂഷനായിട്ട് ഞാൻ വരാം. അപ്പം ബൈ. ഹലോ, അപ്പം ഞാൻ ബാംഗ്ലൂർ വെച്ച് തുടങ്ങിയ വീഡിയോ ഇപ്പോൾ കേരളത്തിൽ തൊടുപുഴയിൽ എൻ്റെ വീട്ടിലെത്തി നിൽക്കുകയാണ്. സോ ഞാൻ എൻ്റെ അനിയത്തിയുടെ 21st ബർത്ത്ഡേക്ക് വേണ്ടി 21 ഗിഫ്റ്റ്സ് കൊടുക്കാമെന്ന് പ്ലാൻ ചെയ്തപ്പം അതിന് വേണ്ടി ഞാനിങ്ങനെ ഗിഫ്റ്റ്സ് ശേഖരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ആദ്യത്തെ കുറച്ച് 3-4 സാധനം കണ്ട് ഞാൻ കാട്ടി തന്നു. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് സാധനങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് മേടിച്ചു. പിന്നെ ഇവിടെ നാട്ടിൽ വന്നിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിച്ചു. അപ്പം ഞാൻ ഫസ്റ്റ് ബാംഗ്ലൂരിൽ നിന്ന് മേടിച്ച സാധനങ്ങൾ കാണിച്ചു തരാം. ഇതൊക്കെ ഞാൻ ഡിമാർട്ടിൽ നിന്ന് മേടിച്ച സാധനങ്ങളാട്ടോ. സോ അപ്പോൾ ഫസ്റ്റത്തെ സാധനം ഈ കുപ്പിയാണ്. നല്ല ക്യൂട്ട് കുപ്പിയല്ലേ, കുഞ്ഞു കുപ്പി. ഇത് ഇത്രേ ഉള്ളൂ സൈസ്. ഈ കുപ്പി ഇത് ഞാൻ ഡിമാർട്ടിൽ നിന്ന് മേടിച്ചാണ്, ഭയങ്കര രസമാണ്. പിന്നെ ഈ 3 ക്ലിപ്പിൻ്റെ ഇതും ഞാൻ ഡിമാർട്ടിൽ നിന്ന് മേടിച്ചാട്ടോ. രസമല്ലേ, അല്ലേ? എനിക്ക് ഈ വൈറ്റ് ഫ്ലവറിന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുള്ളൂ. നല്ല രസമുണ്ട്, ക്യൂട്ടാണ്. പിന്നെ ഇത് ഞാൻ ഡിമാർട്ടിൽ നിന്ന് മേടിച്ചല്ലേ. ഇത് എൻ്റെ PGയുടെ താഴെ ഒരു കുഞ്ഞു കട ഉണ്ടായിരുന്നു, അവിടെ നിന്ന് മേടിച്ചാണ്. ഇത് രസമുണ്ടല്ലേ. ഈ സാധനങ്ങളൊക്കെ ഞാൻ എൻ്റെ ടേസ്റ്റിനാണ് എടുക്കുന്നത്. അവൾ ഇതൊക്കെ യൂസ് ചെയ്യുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. കാരണം എനിക്ക് നേരെ ഓപ്പോസിറ്റാണ് അവൾ. സോ
എന്താണേലും കൊടുക്കാന്നുള്ളത് എൻ്റെ ഇഷ്ടം. യൂസ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ അത് അവളുടെ ഇഷ്ടം. മിക്കവാറും എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ പറയും. ഇത് ഗിഫ്റ്റൊക്കെ അവൾക്ക് കിട്ടി ഒരു 4-5 മാസം കഴിയുമ്പോൾ ഇവിടെ ഈ സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട് നമ്മു ഇത് നീ തന്നെ യൂസ് ചെയ്തു പറഞ്ഞ് എൻ്റെ കയ്യിൽ തരും. അതാണ് നടക്കാൻ പോകുന്ന കാര്യം. പിന്നെ ഈ പൗച്ച്, മേക്കപ്പ് പൗച്ച്, ഇത് ഞാൻ ഡിമാർട്ടിൽ നിന്ന് മേടിച്ചാണ്. നല്ല അടിപൊളിയല്ലേ, എനിക്കിഷ്ടമായി. പിന്നെ ഉള്ളത് ഈ കപ്പ്. അയ്യോ എനിക്ക് എന്ത് ഇഷ്ടമായിരുന്നു ഈ കപ്പ്. ഇത് നമുക്ക് ഒരു സാധനം കാണുമ്പോൾ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഒക്കെ പറയത്തില്ലേ, അങ്ങനെ തോന്നിയൊരു കപ്പാണ് ഇത്. കണ്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതും ഡിമാർട്ടിൽ നിന്ന് തന്നെയാണ്. ഐ ലവ് യു എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, കണ്ടോ. സോ അപ്പം ഇത്രയും സാധനങ്ങളാണ് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് നമുക്ക് വേണ്ടി മേടിച്ചുകൊണ്ട് വന്നത്. പിന്നെ ഇവിടെ നാട്ടിൽ വന്നിട്ട് മേടിച്ച ഈ ഒരു കീ ചെയിൻ, ഈശോയുടെ കീ ചെയിൻ, പിന്നെ ഒരു ഡയറി മിൽക്ക് ബബിളി ചെറുത്, ഇത്രയുള്ള ഇത്. പിന്നെ ഉള്ളത്, പിന്നെ ഞാൻ സ്റ്റുഡിയോ നമുക്ക് 2 ടോപ്പ് എടുത്തു. ഇത് 2 ടോപ്പ് ഞാൻ 2ആയിട്ടാണ് കൗണ്ട് ചെയ്യുള്ളൂ, ഒരെണ്ണമായിട്ട് ഞാൻ കൗണ്ട് ചെയ്യൂല കേട്ടോ. ഇതൊരെണ്ണം, പിന്നെ ഇതൊരെണ്ണം. രസമില്ല, എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് 2 എണ്ണം. പിന്നെ സ്റ്റുഡിയോന്ന് തന്നെ ഈ 2 പെയർ സോക്സും മേടിച്ചിട്ടുണ്ട്, ബ്ലൂം പിങ്കും, നല്ല രസമല്ലേ. പിന്നെ അവൾക്ക് വേണ്ടിയിട്ടൊരു വൈറ്റ് നെയിൽ പോളിഷ് ആൻഡ് ഒരു ബോഡി സ്പ്രേ. ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇപ്പം നിലവിൽ കളക്ട് ചെയ്തത്. ഇനിയിപ്പം ഞാൻ ആലോചിക്കുന്ന ഒരു 1-2 ഷീറ്റ് മാസ്ക് അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ കാർഡ്, അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. സോ അറിയത്തില്ല, നോക്കാം. ഇന്ന് അല്ലെങ്കിൽ നാളെ ഉച്ചയ്ക്കുള്ളിൽ ഇതെല്ലാം കൂടി ഗിഫ്റ്റ് റാപ്പൊക്കെ ചെയ്ത് ബോക്സിലാക്കി അവൾക്ക് പാഴ്സൽ അയക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പറഞ്ഞ പോലെ ഇന്നിപ്പോൾ 28ആയി ഡേറ്റ്. ഫെബ്രുവരി 11-ാം തീയതിയാണ് അവളുടെ ബർത്ത്ഡേ. അപ്പം അതിന് മുമ്പ് ഈ സാധനം അവളുടെ കയ്യിൽ എത്തുമെന്ന് അറിയത്തില്ല. നോക്കാം, നമുക്ക് നാളേക്കുള്ളിൽ ഇത് എല്ലാം കൂടി പാഴ്സൽ അയക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നോക്കട്ടെ, നടക്കുമായിരിക്കും. സോ അപ്പം ഇപ്പം മൊത്തം 15 ഗിഫ്റ്റാട്ടോ അവൾക്ക് വേണ്ടി മേടിച്ചിരിക്കുന്നത്. അമ്മ വന്ന് ഇവിടെ നോക്കി വെക്കുന്നതാണ്. അപ്പം മൊത്തം 15 ഗിഫ്റ്റ് മേടിച്ചു. അപ്പം ഇനി 6 എണ്ണമല്ലേ അല്ലേ? ഇനി 6 ഗിഫ്റ്റ് കൂടെ മേടിക്കാനുണ്ട്. അതിൽ ഒരെണ്ണം ഞാൻ മറ്റേ ബർത്ത്ഡേ കാർഡ് ഒക്കെ മേടിക്കാൻ ഓർത്തേക്കണം. നോക്കാം. അപ്പം ഇപ്പം എന്തായാലും ഇത്രയും സാധനങ്ങൾ ഗിഫ്റ്റ് റാപ്പൊക്കെ ചെയ്ത് ഗിഫ്റ്റ് പേപ്പേഴ്സൊക്കെ ഗിഫ്റ്റ് പേപ്പേഴ്സൊക്കെ വെച്ച് റാപ്പ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നിട്ട് ഇപ്പം നിലവിലുള്ള ഇതെല്ലാം പാക്ക് ചെയ്ത് ബാക്കി ഇനി 6 സാധനങ്ങളൂടെ അല്ലേ ഉള്ളൂ. അതെപ്പോഴാന്ന് വെച്ചാൽ മേടിച്ച് കഴിഞ്ഞിട്ട് റാപ്പ് ചെയ്ത് നാളെയൊക്കെ ആയിട്ട് പല കളറിൽ ഇങ്ങനത്തെ പേപ്പറും ഇതും ഇങ്ങനെ കുറച്ച് പേപ്പേഴ്സൊക്കെ മേടിച്ചു. സോ ഇതൊക്കെ വെച്ച് നമുക്കിപ്പം ഗിഫ്റ്റ് റാപ്പ് ചെയ്യാം. അപ്പം അടുത്ത സാധനങ്ങൾ മേടിച്ചിട്ട് ബാക്കി കാണാം. സോ ഞാൻ ബബിൾ റാപ്പ് ചെയ്യാനുള്ള സാധനങ്ങൾ, ആ കപ്പൊക്കെ പൊട്ടിപ്പോയാലോ എന്നോർത്ത്, കപ്പ് മാത്രമല്ല സ്മൂത്തി ജാറൊക്കെ ഉണ്ട്. സോ അപ്പോൾ അത് പൊട്ടിപ്പോയാലോ എന്ന് ഓർത്തിട്ട് ബബിൾ റാപ്പ് ചെയ്തിട്ട് ഗിഫ്റ്റ് റാപ്പ് ചെയ്യാമെന്ന് ഓർത്തു. അല്ല ഇവിടുന്ന് അങ്ങോട്ട് പാഴ്സൽ അയക്കുന്നതല്ലേ, എങ്ങാനും പൊട്ടിപ്പോയാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് ഫസ്റ്റ് നമുക്ക് ബബിൾ റാപ്പ് ചെയ്യാനൊക്കെ. സോ പൊട്ടാൻ ചാൻസ് ഉള്ള 3 സാധനങ്ങൾ നമ്മൾ ബബിൾ റാപ്പ് ചെയ്തിട്ടുണ്ട്. ഈ കുപ്പി പൊട്ടാൻ ചാൻസ് ഇല്ല, എന്നാലും ബബിൾ റാപ്പ് ചെയ്തു. ഒരിക്കലും ഉള്ളു തുറക്കരുതെന്നുള്ളൊരു മൈൻഡിലാണ്. അത്ര ടൈറ്റായിട്ട് അത്ര സെക്യൂറായിട്ടാണ് ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ അപ്പം ഇപ്പം നമ്മൾ മേടിച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടി നമ്മൾ പാക്ക് ചെയ്തു. ഇത് പൗച്ചിൻ്റെ അകത്തൊക്കെ കുറച്ച് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ സെപ്പറേറ്റ് പാക്ക് ചെയ്തിട്ട് അത് ആ പൗച്ചിൻ്റെ അകത്താക്കിയിട്ടാണ് പാക്ക് ചെയ്തത്. സോ അതുകൊണ്ടാട്ടോ ഇത്രയും കുറച്ച്. അപ്പോൾ ടോട്ടൽ 15 ഐറ്റം ഉണ്ട്. 15 ഐറ്റം പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കിയെല്ലാം മേടിച്ച് കഴിഞ്ഞിട്ട് അത് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണിക്കാം. അപ്പോൾ ബൈ. സോ ഇന്നിപ്പോൾ 29-ാം തീയതി. അപ്പം ഞാൻ ഓർത്തു ഇന്ന് മറ്റേ അവൾക്കുള്ള പാഴ്സൽ അയക്കാം. അപ്പം ഇനിയും 6 ഗിഫ്റ്റോട് മേടിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അത് മേടിച്ച് വണ്ടി വെച്ച് തന്നെ പാക്ക് ചെയ്ത് അയക്കാമെന്നാണ് വിചാരിക്കുന്നത്. സോ അപ്പം ഞാനിതെല്ലാം കൂടി ഒരു കവറിലാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, കവറിലാക്കി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അപ്പം തിരിച്ച് ഇവിടുന്ന് തൊടുപുഴ ചെന്നിട്ട് ബാക്കി പാക്ക് ചെയ്ത് പെട്ടിയിലാക്കി അത് പോസ്റ്റ് ഓഫീസിൽ 2 മണിക്ക് മുമ്പ് എത്തിക്കണം. ഇപ്പം തന്നെ സമയം ഏകദേശം 12:30 ആയി. 1 മണി ആവാറായി. നോക്കാം നമുക്ക്. സോ നമ്മളിപ്പോൾ ഇവിടെ ഗ്ലിക്സിൽ വന്ന ഗ്ലിക്സിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാം.
നമ്മൾ ഇതിൽ നിന്ന് രണ്ട് ഈ കമ്മലും പിന്നെ ഇതും എടുക്കാൻ നോക്കും. സോ നമ്മളിവിടെ സാധനങ്ങളൊക്കെ മേടിച്ച് പോസ്റ്റ് ഓഫീസിൽ വന്നപ്പോഴത്തേനും 2:10 അപ്പം ഞാൻ പറഞ്ഞു 10 മിനിറ്റ് പെട്ടെന്ന് എല്ലാം പാക്ക് ചെയ്ത് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊണ്ടുപോയി കൊടുക്കാം. സോ എല്ലാ സാധനങ്ങളും എന്തൊക്കെയാണെന്ന് എനിക്ക് കാണിക്കാൻ പറ്റില്ല, നോക്കട്ടെ. സോ അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ 21 ഗിഫ്റ്റും ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ വണ്ടിയൊക്കെ വന്നതിൻ്റെ ഒച്ചയുണ്ട്. അപ്പം നമ്മളൊക്കെ ഇതെല്ലാം കൂടി കാർഡ്ബോർഡ് ബോക്സിൻ്റെ അകത്തോട്ടാക്കാവേ. ഈ ബോക്സിൻ്റെ അകത്തോട്ട് ഇതിൻ്റെ അകത്ത് ഫുള്ള് കവർ ചെയ്ത് വെച്ച ഗിഫ്റ്റാണ്. ഇതെല്ലാം കൂടി ഇതിൻ്റെ അകത്തോട്ടാക്കാം. സോ ഇത് ബോക്സിൻ്റെ അകത്തോട്ട് ഗിഫ്റ്റെല്ലാം ആക്കി. പിന്നെ ഇതാണ് ബർത്ത്ഡേ കാർഡ്. ഇത് ഞാൻ ഗിഫ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. സോ അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്കൊരു എന്തെങ്കിലും ഫോട്ടോ എഴുതിയിട്ട് നമുക്കത് ക്ലോസ് ചെയ്ത് മുകളിൽ ഇത് പോസ്റ്റ് ഓഫീസ് ഇവിടെ തൊടുപുഴയുള്ള, അപ്പം നമ്മളവിടെ കൊണ്ടു കൊടുക്കും. സോ എന്തെങ്കിലുമൊക്കെ എഴുതണം. സോ കാർഡൊക്കെ എഴുതിയെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. നമ്മളിപ്പം പോസ്റ്റ് ഓഫീസിൽ നിൽക്കുക. ഇവിടുന്ന് നമ്മളിതെല്ലാം കൂടി പാഴ്സലാക്കി ഇന്ത്യൻ പോസ്റ്റ് വഴിയായിട്ട് അയക്കുന്നത്. അപ്പം നമുക്ക് കുറച്ച് പൈസയൊക്കെ കുറവുണ്ടാവും. സോ നമ്മളിതിപ്പോൾ പാക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ബോക്സിൻ്റെ അകത്ത് കുറച്ചധികം സ്ഥലമുണ്ട് ബാക്കി. അപ്പം നമ്മൾ ഓർത്തു കുറച്ച് ചിപ്സും മിക്സറും അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കണം. അപ്പം ഞാനത് മേടിക്കാൻ വേണ്ടി താഴത്തോട്ട് പോവാം. വീട്ടുകാരം എന്തൊക്കെ കഷ്ടപ്പാടാലേ ഗൈസ് ഒരു സർപ്രൈസ് കൊടുക്കാനായിട്ട്. സമ്മതിക്കണം തന്നെ. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം അവൾ വിളിച്ചിട്ട് പറഞ്ഞു അവൾ 5-ാം തീയതി ഇങ്ങോട്ട് പോരുമെന്ന്. ഫെബ്രുവരി 11-ാം തീയതിയാണ് അവളുടെ ബർത്ത്ഡേ. അയക്കുന്ന വെറുതെ ആവുമെന്നറിയില്ല. അപ്പം അമ്മ പറഞ്ഞു നീ ഒരു 15-16 വരെയൊക്കെ അവിടെ നിൽക്കുക, നമുക്ക് അമ്മ ആശുപത്രിയിൽ, അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ കുറച്ച് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. സോ അപ്പോൾ അമ്മ ആയുർവേദിക് ഹോസ്പിറ്റലിൽ അതിന് അഡ്മിറ്റ് ആവണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നീ വന്നാൽ മതി അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അറിയത്തില്ല ഇതൊക്കെ അയക്കുന്ന വെറുതെ ആവുമോ, അവൾ കണ്ടിട്ട് സർപ്രൈസ്ഡ് ആവുമോ എന്താണെന്ന് എനിക്ക് ഐഡിയയില്ല. പിന്നെ ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. വണ്ടികൾ പോകുന്നതുകൊണ്ട് നല്ല ഒച്ചയുണ്ട്. നോക്കാം നമുക്ക്. ഇപ്പോഴത്തെ ഇവിടെ വാക്കണ്ടെന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട്. അവിടെ നല്ല ചിപ്സും മിച്ചറും എല്ലാം നല്ല ടേസ്റ്റുള്ള, അവർ തന്നെ ഉണ്ടാക്കുന്ന, അവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനം കിട്ടും, അടിപൊളിയാണ്. സോ അപ്പോൾ ഞാൻ അത് മേടിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുക. നടന്ന് മേടിച്ചിട്ട് കാണാം. ബൈ. സോ അത് അവൾക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു, കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. സോ അപ്പോൾ ഇനി നമ്മൾ അവിടെ പോസ്റ്റ് ഓഫീസിൽ അങ്ങോട്ട് തിരിച്ചു പോകും. നമ്മൾ പെട്ടിയെല്ലാം പാക്ക് ചെയ്തെല്ലാം ഒപ്പിച്ച് നല്ല സെക്യൂറായിട്ടോ എല്ലാം നല്ല അഡ്രസ്സൊക്കെ ഒട്ടിച്ച് ഇതുണ്ടാകും. ഫുള്ള് നല്ല എല്ലാ സൈഡും നല്ല സെക്യൂറായിട്ട് ഇതാക്കി. സോ ഇപ്പം എല്ലാം നല്ല അടിപൊളിയായിട്ടോ ഇത് ചെയ്തത്. സ്പീഡ് പോസ്റ്റ് വെച്ചാൽ 4 ദിവസം കൊണ്ട് എത്തും, അല്ലാത്തതാണെങ്കിൽ 9 ദിവസമല്ലേ അമ്മ, 9 ദിവസം കണ്ട് എടുക്കുന്നു. അപ്പം നമ്മൾ ഇത്ര നേരത്തേക്ക് 4 ദിവസത്തിനുള്ളിൽ കിട്ടിയാൽ അറിയില്ല. സോ ഫൈനലി നമ്മൾ എല്ലാം സെറ്റ് ചെയ്തു. റെസിപ്റ്റൊക്കെ കൈക്കിട്ട് 200 സംതിങ് ആയുള്ളൂ ഇവിടുന്ന് ഡൽഹിക്ക്. പിന്നെ പാക്ക് ചെയ്ത് തന്ന ആൻറ്റിക്ക് ഒരു 100 റുപ്പീസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ ഞാനിതിവിടെ വൈൻഡപ്പ് ചെയ്യാം. അവളുടെ റിയാക്ഷനൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞാൽ, സോ ഞാനിപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കാരണം ഇനിയിപ്പോൾ അവളുടെ റിയാക്ഷനൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടുള്ള പണിയാണ്. സോ അതുകൊണ്ട് എന്നത്തേക്ക് ഡു നോ ഗൈസ്, ഞാൻ അന്ന് എൻ്റെ അനിയത്തിക്ക് ബർത്ത്ഡേക്ക് പാഴ്സൽ അയച്ചിട്ടുണ്ടായിരുന്നില്ല, അത് അവൾക്ക് റിസീവായി. സോ അവളുടെ റിയാക്ഷൻ എനിക്ക് എന്താണെങ്കിലും വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല, ബട്ട് എനിക്ക് ഞാൻ ആ റിയാക്ഷൻ കാണാൻ വേണ്ടി സോ എക്സൈറ്റഡ് ആണ്. സോ എക്സൈറ്റഡ്. അപ്പോൾ അവൾ ആ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ റെസ്പോൺസും കൂടി ഞാൻ ആഡ് ചെയ്യാം കേട്ടോ ഇതിൽ.